നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടി വിട്ടുപോയ വിമത നേതാക്കൾക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്, ദേശീയ അധ്യക്ഷനാണ്, ചെയർമാനാണ്. ഇങ്ങനെയുള്ള ഒരു നേതാവാണ് ഇപ്പോൾ പാർട്ടി വിട്ടുപോയ വിമതർക്കെതിരെ അതിരൂക്ഷമായ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ വിമതരെല്ലാം, അതായത് നിരവധി MLA-മാരും MP-മാരും പാർട്ടി നേതാക്കന്മാരുമെല്ലാം പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. ഇവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്നാണ് ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതായത് മമതാ ബാനർജി അവരുടെ വീട്ടിലെ ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് ഓൺലൈനായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇവരെല്ലാം രാജ്യദ്രോഹികളാണ്, ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ജനങ്ങളെ നേരിടാൻ എന്നാണ് മമതാ ബാനർജി ഇപ്പോൾ വിമതരോട് ചോദിക്കുന്നതാകട്ടെ സ്വന്തം മുറിയിൽ കഥകടച്ചിരുന്ന് ഓൺലൈനിലൂടെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വിമതരായിട്ടുള്ള നേതാക്കന്മാർക്ക് ജനങ്ങളെ നേരിടാൻ ഭയമാണോ എന്നാണ് അവരുടെ ചോദ്യം. ധൈര്യമുണ്ടെങ്കിൽ ജനങ്ങളെ നേരിട്ട് നോക്കൂ, ജനങ്ങൾ അവരെ തൂത്തെറിയും. കാരണം ജനങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളാണ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ് എന്ന രീതിയിലാണ് അവർ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത്. വിജയിച്ച ശേഷം നിങ്ങൾ പാർട്ടി മാറിപ്പോകുന്നത് ശരിയല്ല എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൽ മമതാ ബാനർജി പറഞ്ഞു വച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയം, ഈ കാര്യാലയം അതായത് പാർട്ടിയുടെ ആ ഹെഡ്ക്വാർട്ടേഴ്സ് വിമത വിഭാഗം പിടിച്ചെടുത്തിരുന്നു. അടഞ്ഞുകിടന്നിരുന്ന ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിമത MLA-മാർ എത്തുകയും അവർ പൂട്ടുപൊളിച്ച് അകത്ത് കടക്കുകയും അവിടെ സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന മമതാ ബാനർജിയുടെ ചെയർപേഴ്സൺ എന്ന പദവി മറ്റൊരു നേതാവിന് കൊടുക്കുകയും അങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് വയ്ക്കുകയും വിമതന്മാരെല്ലാം ആ ഓഫീസിനകത്തിരുന്ന് യോഗം ചേരുകയും ചെയ്തതിന് ശേഷമാണ് പിരിഞ്ഞുപോയത്. സത്യത്തിൽ മമതാ ബാനർജിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വിമത നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം പിടിച്ചെടുക്കുകയായിരുന്നു. ഈ പിടിച്ചെടുക്കലിന് പിന്നിൽ സംസ്ഥാന അധ്യക്ഷയായിരുന്ന ചന്ദ്രിമ ഭട്ടാചാര്യയാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അതായത് മമതാ ബാനർജി ദേശീയ അധ്യക്ഷയാണ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ ചെയർപേഴ്സണാണ്. അതേ തൃണമൂൽ കോൺഗ്രസിന് പശ്ചിമ ബംഗാളിൽ ഒരു സംസ്ഥാന അധ്യക്ഷ കൂടിയുണ്ട്. ദീർഘകാലമായി സംസ്ഥാന അധ്യക്ഷ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ചന്ദ്രിമ ഭട്ടാചാര്യ. ഈ ചന്ദ്രിമ ഭട്ടാചാര്യ തന്നെ ചതിച്ചുവെന്ന്, അതായത് കഴിഞ്ഞ 15 വർഷം മുഖ്യമന്ത്രി പദത്തിലിരുന്ന തന്നെ ഇങ്ങനെ തെരുവിലേക്ക് വലിച്ചിഴച്ചിട്ടതിന് പിന്നിൽ ചന്ദ്രിമ ഭട്ടാചാര്യയാണ് എന്ന ആരോപണമാണ് ഇതാദ്യമായിട്ട് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ രാജിവെക്കുകയും പിന്നീട് അവർ വിമതരുടെ അടുത്തേക്ക് പോവുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്തു. കാരണം താൻ മമതാ ബാനർജിക്കൊപ്പം നിന്ന നേതാവാണ്. ഈ വിമതന്മാരെല്ലാം പാർട്ടി വിട്ട് പോയപ്പോഴൊന്നും ചന്ദ്രിമ ഭട്ടാചാര്യ പാർട്ടി വിട്ട് പോയില്ല, അവർ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തന്നെ ഇരുന്നു. എന്നിട്ട് പോലും ചന്ദ്രിമ ഭട്ടാചാര്യയാണ് ഈ വിമത നീക്കത്തിനെല്ലാം പിന്നിലെന്നും തന്നെ വലിച്ചു താഴെയിട്ടതിന് പിന്നിൽ അവരാണെന്നും ഈ പറയുന്ന പാർട്ടി ഓഫീസ്, പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സ് വിമതർ കീഴടക്കിയതിന് പിന്നിൽ ചന്ദ്രിമ ഭട്ടാചാര്യയാണെന്നുമുള്ള ആരോപണം വരുന്നു. ആ ആരോപണം മമതാ ബാനർജി തന്നെ ഉയർത്തുന്നു. അതോടുകൂടി ഈ ആരോപണത്തിൽ പ്രതിഷേധിച്ച് ചന്ദ്രിമ ഭട്ടാചാര്യ രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു, സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു. അതിനുശേഷം വിമത MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ അവർ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. മമതാ ബാനർജി വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുള്ള ചർച്ചകൾ വിമത വിഭാഗം MLA-മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. എത്ര MLA-മാർ അല്ലെങ്കിൽ എത്ര MP-മാർ അത് പിന്തുണയ്ക്കുന്നു എന്ന് കത്ത് നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സമയപരിധി നൽകിയിട്ടുണ്ട്. ആ സമയപരിധി നാളെ അവസാനിക്കുകയാണ്. അതിനുള്ളിൽ എത്ര MP-മാരും MLA-മാരും തങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം. നിരവധി MP-മാരും MLA-മാരും എല്ലാം പാർട്ടി വിട്ട്, അതായത് ഭൂരിഭാഗം പേര് പോയി കഴിഞ്ഞു, 2/3 ആളുകൾ പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അവർക്കെതിരെ നടപടിയെടുക്കാനൊന്നും കഴിയില്ല. സത്യത്തിൽ മമതാ ബാനർജി പുറത്തായതുപോലെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പാർട്ടിയും ചിഹ്നവും എല്ലാം വിമത വിഭാഗത്തിന് പോകുമെന്ന അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് മമതാ ബാനർജി അതിരൂക്ഷമായ വിമർശനങ്ങളുമായി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ വിമതരെ രാജ്യദ്രോഹികൾ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട്
200-ലധികം സീറ്റുകളിൽ വിജയിച്ച ഒരു പാർട്ടിയായിരുന്നു. അതായത് 2021 തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടിയായിരുന്നു തൃണമൂൽ കോൺഗ്രസ്. മാത്രമല്ല 2026 ആ 200-ൽ നിന്നും 80-ലേക്ക് താഴുകയായിരുന്നു. ചരിത്രത്തിലാദ്യമായി BJP പശ്ചിമ ബംഗാളിൽ ഭരണം പിടിക്കുകയും ചെയ്തു. പക്ഷേ 80 സീറ്റുകൾ നേടിയ മമതാ ബാനർജി തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് വരും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ മമതയുടെ തകർച്ച അവിടെ നിന്നില്ല. അഭിഷേക് ബാനർജിയോട് കാട്ടിയ വലിയ വാത്സല്യം, ആ വാത്സല്യത്തിന് വില നൽകേണ്ടി വന്നു മമതാ ബാനർജിക്ക്. എല്ലാ നേതാക്കന്മാരും പാർട്ടി വിട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഭൂരിഭാഗം MLA-മാരും, ഈ 80 MLA-മാരിൽ 19 പേർ മാത്രമാണ് ഇപ്പോൾ മമതാ ബാനർജിക്കൊപ്പം നിൽക്കുന്നത്. ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞു. MP-മാരിൽ ഭൂരിഭാഗവും പോയി. ഇങ്ങനെ സംഘടനാപരമായും രാഷ്ട്രീയപരമായും തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മമതാ ബാനർജി വിമതന്മാരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ച് മറ്റൊരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്.